പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ നീക്കങ്ങൾ പുതിയൊരു വഴിത്തിരിവുണ്ടാക്കുകയാണ്. ഇഷ ഡിവോഴ്സ് നേടുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിൽ വിജയിച്ചു എന്ന് അറിയുകയാണ്. ഇപ്പോൾ ദേവബാല അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ദേവബാല ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഇതോടെ ദേവബാല ചെന്ന് കാണുകയാണ് ഇപ്പോൾ രാഹുലിനെ. ഇത് കാണുന്ന രാഹുൽ, എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയതാണ് അവർ, എന്നെ കുടുക്കി കളഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെക്കില്ലായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായി വന്നത്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് രാഹുൽ. രാഹുലിനെ അവർ കുടുക്കിയതാണ്. ആ ഇഷയും കൂട്ടരും ഇതെല്ലാം വളരെ കണ്ണിങ് ആയി നടത്തി. പക്ഷെ നമ്മൾ അവരെ വിജയിക്കാൻ അനുവദിക്കുകയില്ല രാഹുൽ. അവരെ നമ്മൾ തകർക്കുക തന്നെ ചെയ്യും. അത് വേണം. നീ എന്തായാലും സൂക്ഷിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങുന്നതിനായി ഇഷയ്ക്ക് സാധിച്ചു. അടുത്തത് നിന്റെ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാകും നടക്കുക. അഭിഷേകിന് നീ ഡിവോഴ്സ് കൊടുക്കരുത്. അവർ ഡിവോഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി പല തന്ത്രവും പയറ്റാൻ സാധ്യതയുണ്ട്. നീ സൂക്ഷിച്ചാൽ കൊള്ളാം നിനക്ക്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ചതിയന്മാര് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചതിയിൽ വീഴില്ല. എന്തായാലും രാഹുൽ പുറത്തിറങ്ങ്. ബാക്കി നമുക്ക് അതിനുശേഷം നോക്കാം. ശരി ദേവബാല, കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല തിരികെ പോവുകയാണ്. രാഹുൽ തോൽവി സമ്മതിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുകയാണ് അഭിഷേക്. ഇതേ സമയമാണ് അവിടേക്ക് ദേവബാല വരുന്നത്. അഭിഷേകിന്റെ സന്തോഷം കാണുന്ന ദേവബാല, നീ അധികം സന്തോഷിക്കണ്ടടാ. രാഹുലിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ഇഷ നേടിയത് കൊണ്ടാണ് ഈ സന്തോഷമെന്ന് എനിക്കറിയാം. അതേടി, അതെ, അതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്തത് എൻ്റെ ഊഴമാണ്. ഞാനും ഡിവോഴ്സ് നേടുക തന്നെ ചെയ്യും. ഇല്ലടാ, അതിന് മുന്നേ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുകയാണ് ദേവബാല. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.